Unit 1, The Warmth of Love, The Kissing Hand, Part 1. Children, look at this picture. What is the picture about? The picture shows a beautiful park with a happy family. What are the children doing? The children are playing on the ground. We can see a happy family in this picture. Who are they? The father, mother, and a child. They are very happy and smiling. The park is surrounded by tall green plants and beautiful flowers. Can you see a big tree on the background? Yes, a big tree stands tall in the background, providing shade and shelter. In that tree, we can see a nest. A mother bird talking to her baby birds. The birds are chirping and flapping their wings. What are the other things? Toys, swings, and slides can be seen. The overall atmosphere of this park is peaceful and serene with a sense of joy and contentment. The picture is very beautiful, capturing the beauty of nature and the happiness of being together. കൂട്ടുകാരെ, എന്താണ് ഈ ചിത്രത്തിലുള്ളത്? നമുക്കൊരു ഹാപ്പി ഫാമിലിയെ കാണാം അല്ലേ? അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ് കാണുന്നത്? കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കാണാം. പിന്നെയോ ഇവർക്ക് തൊട്ടു പുറകിലായി ഒരു വലിയ ട്രീ കാണാം. അതിൽ ഒരു മദർ ബേർഡും അതിൻ്റെ ബേബി ബേർഡ്സും ഉണ്ട്. ആ മദർ ബേർഡ് അതിൻ്റെ ബേബി ബേർഡ്സിനെ കെയർ ചെയ്യുന്നു അല്ലേ? ഈ പാർക്കിന് ചുറ്റും നിറയെ ചെടികളും പൂക്കളും ഉണ്ട്. വളരെ ഭംഗിയുള്ള ഒരു പാർക്കാണിത്. മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം ഒന്നിച്ചിരുന്ന് സ്നേഹവും സന്തോഷവും പങ്കിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുക. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന ഒരു വലിയ മഹാനായ പോയറ്റാണ് പറഞ്ഞത്, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ദർ ഈസ് നോ അതർ ബെറ്റർ പ്ലേസ് ദാൻ ദ എർത്ത്. ഭൂമിയേക്കാൾ മനോഹരമായ മറ്റൊരു പ്ലേസ് വേറെ ഇല്ല. സ്നേഹിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെയുള്ള ഏറ്റവും ബെറ്റർ പ്ലേസ് ഏത് തന്നെയാണ്? എർത്ത് തന്നെയാണ്, ഭൂമി തന്നെയാണ്. Look at the next picture. Two boys are getting ready for school. What is the first boy doing? The first boy is getting ready for school and talking to his mother. Look at him. Is he happy? Yes, he is happy. What is the reason? Because he is excited about meeting new friends. ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. പുതിയ കൂട്ടുകാരെയൊക്കെ കാണാൻ കൗതുകത്തോടെ അവൻ കാത്തിരിക്കുന്നു. What about the second boy? The second boy is crying. What is his mother doing? His mother is trying to console him. ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് സ്കൂളിലേക്ക് പോകാൻ അവൻ തയ്യാറല്ല. അപ്പോൾ അവൻ്റെ അമ്മ ഓരോന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. How was your first day at school? കൂട്ടുകാരെ, നിങ്ങളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു? Share with your friends. Now, let's read a story. The name of the story is The Kissing Hand. In the story, a little raccoon named Chester is hesitant about going to school. Now, let's see what happens to him. ഇത് ലിറ്റിൽ റാക്കൂൺ ചെസ്റ്ററിന്റെ കഥയാണ്. അവൻ ആദ്യമായി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവന്
മടിയാണ് സ്കൂളിൽ പോകാൻ. Now let's see what happens to him. Chester Raccoon stood at the edge of the forest and cried, "I don't want to go to school," he told his mother. എന്താണ് ചെസ്റ്റർ റാക്കൂൺ അവൻ്റെ അമ്മയോട് പറയുന്നത്? ചെസ്റ്റർ റാക്കൂണും അവൻ്റെ അമ്മയും കൂടി കാടിൻ്റെ ഒരരികെ നിൽക്കുകയാണ്. അവൻ കരയുന്നു. "I don't want to go to school." എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ട. അവൻ അമ്മയോട് പറഞ്ഞു. "I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please, may I stay home with you?" Miss Raccoon took Chester by the hand and nuzzled his ear. എനിക്ക് അമ്മയോടൊപ്പം വീട്ടിലിരുന്നാൽ മതി. എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. എനിക്കെൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണം. എനിക്ക് പുസ്തകങ്ങൾ വായിക്കണം. എനിക്ക് ഊഞ്ഞാലിലാടണം. അമ്മേ, പ്ലീസ് മേ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ, ഞാനും അമ്മയുടെ കൂടെ വീട്ടിലിരുന്നോട്ടെ. അപ്പോൾ അവൻ്റെ അമ്മയായ മിസ് റാക്കൂൺ എന്താണ് ചെയ്തത്? ചെസ്റ്ററിനെ കയ്യിലെടുത്തു. അവനെ ഓമനിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, "Sometimes we all have to do things we don't want to do." ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. She told him gently, even if they seem strange and scary at first. ആദ്യം അത് ഒരല്പം പേടിപ്പെടുത്തുന്നതും വിചിത്രവുമായിട്ട് തോന്നിയാലും നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരും. But you will love school once you start. You will make new friends and play with new toys. പക്ഷേ ഒരിക്കൽ നീ സ്കൂളിൽ പോകാൻ തുടങ്ങിയാലോ, നീ സ്കൂളിനെ വളരെയധികം ഇഷ്ടപ്പെടും. നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും. പുതിയ ടോയ്സ് കൊണ്ട് കളിക്കാം. You can read new books and swing on new swings. നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം. പുതിയ ഊഞ്ഞാലിൽ ആടുകയും ചെയ്യാം. Besides, she added, കൂടാതെ, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. സ്കൂളിലെ രാത്രികൾ നിനക്ക് വീട്ടിലെ പകല് പോലെ അത്രയും വാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. Chester wiped away his tears and looked interested. ഇതൊക്കെ കേട്ടപ്പോൾ ചെസ്റ്റർ അവൻ്റെ കണ്ണുകൾ തുടച്ചു. അവൻ അല്പം താല്പര്യമൊക്കെ വന്നു. A secret? What kind of secret? Very old secret, said Miss Raccoon. A secret, രഹസ്യമോ? എന്ത് രഹസ്യമാണ്? അപ്പോൾ അമ്മ പറയാണ്, A very old secret. ഇതൊരു പഴയ രഹസ്യമാണ്. I learned it from my mother and she learned it from her mother. അമ്മ പറയാണ്, ഇത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ അമ്മയോ? എൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്നുമാണ്. It's called the kissing hand. അതിനെ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? The kissing hand. The kissing hand? asked Chester. What's that? I'll show you. Kissing hand ഓ? എന്താണത്? I'll show you. ഞാൻ നിനക്ക് കാണിച്ചു തരാം. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. മിസ് റാക്കൂൺ എന്താണ് ചെയ്തത്? ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നിവർത്തിപ്പിടിച്ചു. Leaning forward and she kissed Chester right in the middle of his palm. എന്നിട്ട് എന്താണ് ചെയ്തത്? ചെസ്റ്ററിൻ്റെ കൈയുടെ നടുക്ക് അവൾ ഉമ്മ വെച്ചു. കൈവെള്ളയിൽ ഉമ്മ വെച്ചു. Chester felt his mother's kiss rush from his hand up his arm and into his heart. കയ്യിലാണ് ഉമ്മ വെച്ചതെങ്കിലും അവൻ എന്ത് തോന്നി? അതവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ആമിലേക്ക്, പിന്നെയോ അവൻ്റെ ഹൃദയത്തിലേക്ക് അത് എത്തിയതായിട്ട് അവന് തോന്നി. Even his silky black mask tingled with a special warmth. പിന്നെ അവൻ എന്താണ് തോന്നിയത്? അവൻ്റെ അമ്മയിൽ നിന്ന് ഒരു ഉമ്മ കിട്ടിയപ്പോൾ അവന് കൂടുതൽ ഉത്സാഹം തോന്നി. Miss Raccoon smiled. Now she told Chester. അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, Whenever you feel lonely and need a little love from home,
Just press your hand to your cheek and think, Mommy loves you. Mommy loves you. And that very kiss will jump to your face and fill you with toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. എന്താണ് അമ്മ പറഞ്ഞു കൊടുത്തത്? എപ്പോഴൊക്കെയാണോ നീ തനിച്ചാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? നിന്റെ കയ്യിൽ പതുക്കെ ഒന്ന് ഉമ്മ വെച്ചെടുത്ത് പതുക്കെ ഒന്ന് അമർത്തണം. എന്നിട്ട് അത് നിന്റെ ചീക്കിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ചിന്തിക്കണം, മോമി ലവ്സ് യു, മോമി ലവ്സ് യു. And that very kiss will jump to your face and fill you with toasty warm thoughts. അപ്പോൾ നിനക്ക് വീട്ടിലെ കാര്യങ്ങൾ, ആ സ്നേഹമൊക്കെ ഓർമ്മ വരും. എപ്പോഴൊക്കെയാണോ നീ തനിച്ചാണെന്ന് തോന്നുന്നത് അപ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ അവൻ്റെ അമ്മ പൊതിഞ്ഞു പിടിച്ചു. Now be careful not to lose it, she teased him. എന്നിട്ട് അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു, ഉമ്മയൊക്കെ കിട്ടിയില്ലേ, ഇനി be careful, ഇനി സൂക്ഷിച്ചോണം. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. ഇനി നീ ഭക്ഷണം കഴിക്കാൻ നേരം കൈ കഴുകില്ലേ, അപ്പോൾ ആ കിസ് അവിടെ ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കും, അത് പോകില്ല കേട്ടോ. I promise. Chester loved his kissing hand. ഇതുകൂടി കേട്ടപ്പോഴോ ചെസ്റ്ററിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവന്റെ കിസ്സിംഗ് ഹാൻഡ്. Now he knew his mother's love would go with him wherever he went, even to the school. That night, Chester stood in front of his school and looked thoughtful. ഇപ്പോൾ ചെസ്റ്ററിനൊരു കാര്യം മനസ്സിലായി. അവൻ എവിടെയൊക്കെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് സ്കൂളിലേക്കാണെങ്കിലും മറ്റെവിടേക്കാണെങ്കിലും. ആ രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിന് മുന്നിൽ നിന്നു ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ, എന്നിട്ട് ചിന്തിച്ചു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അവൻ സ്കൂളിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് അവൻ്റെ അമ്മയോട് പറഞ്ഞു, ഗിവ് മീ യുവർ ഹാൻഡ്. അമ്മയുടെ കൈ ഇങ്ങോട്ട് നീട്ടൂ. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into a fan. അമ്മയുടെ കൈ നീട്ടിയപ്പോൾ അവനത് പിടിച്ച് നിവർത്തി. Next he leaned forward and kissed the center of her hand. എന്നിട്ട് എന്താ ചെയ്തത്? അമ്മയുടെ കൈവെള്ളയിലും ഒരു ഉമ്മ വെച്ചു. Now you have a kissing hand too. എന്നിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇപ്പോൾ അമ്മയ്ക്കും എന്തുണ്ട്? ഒരു കിസ്സിംഗ് ഹാൻഡ് ഉണ്ടല്ലോ. Now you have a kissing hand too. He told her with a gentle goodbye. I love you, Chester said as he turned and danced away. സ്കൂളിലേക്ക് കയറി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? I love you, goodbye എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്കൂളിലേക്ക് കയറി പോവുകയാണ്. Look at this picture. മിസ് റാക്കൂൺ എന്താണ് ചെയ്യുന്നത്? Watched Chester scamper across a tree limb and enter the school. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. The warmth of Chester's kiss filled her heart with special words. Chester loves you. It sang. Chester loves you. അമ്മ എന്താണ് ചെയ്യുന്നത്? ആ മരത്തിൻ്റെ പുറകിൽ നിന്ന് ചെസ്റ്റർ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ സ്കൂളിൽ ബെല്ലടിച്ചു. അപ്പോൾ അമ്മ എന്താ ചെയ്തത്? അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് ചീക്കിലേക്ക്, കവിളിലേക്ക് അമർത്തി ചിരിച്ചുകൊണ്ട് ഓർത്തു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട്. ചെസ്റ്റർ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് പോയതല്ലേ, അത് അവളുടെ ഹൃദയം നിറച്ചു വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. എന്താണ് ആ വേർഡ്സ്? ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു. ഓഡ്രെ പെൻ എന്ന അമേരിക്കൻ എഴുത്തുകാരി എഴുതിയ ഒരു കഥയാണിത്. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ബാക്കി പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.